ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചൈനീസ് ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് വേണം, സവാള വേണം, ചിക്കൻ വേണം, വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് വേണം. ബാക്കിയുള്ള സാധനങ്ങൾ പുറകെ പറഞ്ഞുതരാം. ആദ്യം ഒരു ചട്ടിയിൽ 5 ഗ്ലാസ് വെള്ളം എടുക്കാം. ഗൈസ്, നമ്മൾ തിളപ്പിക്കാൻ വിട്ട വെള്ളത്തിനകത്തോട്ട് ക്യാരറ്റ്, സവാള, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ചിക്കനും ഇടാം. ഉപ്പും കുരുമുളകും കൂടി ഇട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാൻ ഇടുന്നത് 1 സ്പൂൺ ഉപ്പും 2 സ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം 20 മിനിറ്റ്. ഗൈസ്, നമ്മൾ ഇനി ഒരു മുട്ട എടുത്തിട്ട് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് കോൺഫ്ലവർ എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അതെന്തിനാണെന്നറിയാവോ? സൂപ്പിന് കൊഴുപ്പ് കിട്ടും. ഗൈസ്, ഇത് നോക്കിക്കാൻ വെള്ളമായിട്ട് കോൺഫ്ലവർ ഇളക്കിയപ്പോൾ പാലിന്റെ നിറം. ഗൈസ്, അങ്ങനെ നമ്മൾ തിളപ്പിച്ച് വെച്ച് നേരത്തെ ചിക്കനൊക്കെ ആയിട്ട് തിളപ്പിച്ച് വെച്ച് വെള്ളമില്ലേ, ആ വെള്ളം ഒരു അരിപ്പ എടുത്തിട്ട് വേറെ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ മാത്രം മുറിച്ചിട്ടിട്ടുണ്ട്. ഗൈസ്, നമ്മളൊരു ചട്ടി ഓണാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ചേർക്കാം. അതിനകത്തോട്ട് വെളുത്തുള്ളി അരിഞ്ഞത് മൂപ്പിക്കാൻ പോവാണ്. അതിനകത്ത് മൂത്ത് വരുമ്പോഴേക്കും ക്യാരറ്റ്, ബീൻസ്, ഉള്ളി എന്നിവ ഇടുക. ഹലോ ഗൈസ്, ഇനി ഈ പരുവാകുമ്പോൾ ഇനി നമുക്ക് സൂപ്പ് വെള്ളം ഒഴിക്കാം. ഗൈസ്, നമ്മൾ അതിനകത്തോട്ട് ചിക്കൻ ഇടാം. തൊട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഇടാം. 1 സ്പൂൺ റെഡ് ചില്ലി സോസ്, ഒരു ഇത്തിരി വിനാഗിരി. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മുട്ട പതച്ചത് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. അവരോടെയും ഇടാം. നമ്മൾ ഇച്ചിരി കുരുമുളകും ഉപ്പും ഇടുന്നുണ്ട്. ഇതിപ്പോ എല്ലാം തിളച്ചൊക്കെ വന്നിട്ടില്ലേ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിച്ചപ്പ് ഇടാം. നോക്കണം ഗൈസ്,